നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഓർഗാനിക് കെമിസ്ട്രി കേട്ടോ. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റിനും CBSEക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്ന ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് റെഡ്യൂസ്ഡ് സിലബസ് വരും, ഫോക്കസ് ഏരിയ വരും. ഞാൻ സ്റ്റേറ്റിൽ എങ്ങനെയാണ് ചോദിക്കുന്നത്, CBSEക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്, വേറെ എല്ലാം പറയണേ, ഒരുമിച്ചാണ് പറയണേ. അതായത് സംഭവം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സെയിം ആണ്, ചോദിക്കുന്ന രീതിയും സെയിം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ടോപ്പിക് ഉള്ളത് പഠിക്കാൻ, ആ ടോപ്പിക് എടുത്ത് നോക്കുക. അത്രേ ഉള്ളൂ. നോക്കാം. ആദ്യം നോക്കാം ഹാലോ ആൽക്കേൻസ് ആൻഡ് ഹാലോ അലൈൻസ്. ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പ്രീവിയസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് തവണ IUPAC നെയിം ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ IUPAC നെയിം ഏതെങ്കിലും കോമ്പൗണ്ട് വന്നിട്ട് ആ കോമ്പൗണ്ടിന്റെ IUPAC നെയിം ഏതെന്ന് ചോദിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ 1 മാർക്ക് ക്വസ്റ്റ്യൻ എടുത്തു. അല്ലെങ്കിൽ ചില ഏതൊരു വർഷത്തില് പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. IUPAC നെയിം 1 മാർക്കിന് ഉറപ്പായിട്ട് ചോദിക്കും. ഹാലോ ആൽക്കേൻസ് ആൻഡ് ഹാലോ അലൈൻസ് എന്ന് പ്രീവിയസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് എനിക്ക് പറയേണ്ടത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ കുറിച്ചാണ്. അതിന് ഉള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള്, അതിപ്പോ സ്റ്റേറ്റിലായാലും ശരി CBSE ശരി, ഒരുപാട് തവണ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് തവണ. എങ്ങനെ ചോദിക്കുന്നത് അറിയാമോ? ഉദാഹരണത്തിന് അല്ല, മനസ്സിലായേ? ഓക്കെ, ഞാൻ ഇതൊക്കെ പഠിപ്പിച്ചതാണ്, പറയാനില്ല. ഓക്കെയാണേ. ഇതെന്ന് പറയുന്നത് ഇതിൽ ഏതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കൂടുതൽ കാണിക്കുന്ന മോർ ഫാസ്റ്റർ ഏതാണ്? അങ്ങനെ മോർ ഫാസ്റ്റർ ഏത്, മോർ റിയാക്റ്റീവ് ആര്? ഒരു കോമ്പൗണ്ട് വന്നിട്ട് ഇപ്പം ഐസോമെറിക് ബ്രോമോ ബ്യൂട്ടൈൻ, അതില് ഈ പറയുന്ന 4 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കാണിക്കുന്ന ആരാണ്? ആർക്കാണ്? ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഉറപ്പായിട്ടും ചോദിക്കും. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ആരാണ്, ഏറ്റവും കുറവ് റിയാക്ടിവിറ്റി ആരാണെന്ന് ഉറപ്പായിട്ട് ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാലോ അലൈൻസ് ഇല്ലേ, ഹാലോ അലൈൻസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൂടുതൽ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇവർ കാണിക്കാത്ത? ആര്? ഹാലോ അലൈൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കാണിക്കാത്തതിന്റെ കാരണം ഒരു 4 പോയിന്റ് ഉണ്ട്. ഒരുപാട് തവണ ആ 4 പോയിന്റ് എഴുതാൻ വെച്ചിട്ടുണ്ട്. മിനിമം 2 പോയിന്റ് എങ്കിലും എഴുതാൻ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം 2 കാര്യം പറഞ്ഞു. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് 2 കാര്യങ്ങൾ പഠിക്കുക. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി പഠിക്കുക, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി SN1 മെക്കാനിസത്തിലും SN2 മെക്കാനിസത്തിലും ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി പഠിക്കുക. ഒരു കോമ്പൗണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ എന്തെങ്കിലും സ്ട്രക്ചർ അടിച്ചു തരുമാര് ദിവസമാണേ. ഇതുപോലെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. വരയ്ക്കായിട്ട് എളുപ്പമായതാണ് ചേർത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലുള്ള ഏതെങ്കിലും 4 5 കോമ്പൗണ്ട് തന്നിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതലും SN1 റിയാക്ഷൻ ഏറ്റവും ഫാസ്റ്റ് നടക്കുന്ന ഏതാണ്, അല്ലെങ്കിൽ SN2 റിയാക്ഷൻ ഏറ്റവും ഫാസ്റ്റ് നടക്കുന്ന ഏതാണ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി അടുത്തൊരു പ്രാവശ്യം SN1 റിയാക്ഷൻ ഫുൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വിത്ത് എക്സാമ്പിൾ SN1 റിയാക്ഷൻ സ്റ്റേറ്റിന് വെച്ചിട്ടുണ്ട്. സ്റ്റേറ്റിന് SN1 റിയാക്ഷൻ, സ്റ്റേറ്റിന് CBSEക്കും SN1 റിയാക്ഷൻ ഫുള്ളോടെ ഒരു എക്സാമ്പിൾ വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ആയിട്ടുണ്ട്. അതേപോലെ SN2 റിയാക്ഷനും വിത്ത് എക്സാമ്പിൾ എന്ത് ചെയ്യണം, നിങ്ങൾ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് SN1 റിയാക്ഷനും SN2 റിയാക്ഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അത് നല്ല ഡെപ്തിൽ തന്നെ പഠിച്ചിട്ട് പോകണം. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് ചോദിക്കണം. തരുന്ന ഏതെങ്കിലും 2 സ്ട്രക്ചർ വരയ്ക്കാണ്ട് പോലെ ചുമ്മാ കളിച്ചാൽ പോലെ, ഏതെങ്കിലും 2 സ്ട്രക്ചർ വന്നിട്ട് അതില് അവർ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറയും. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇവരിൽ ആരാണ് കൂടുതൽ, ആരാണ് കുറവ്. ഇനി എനിക്ക് അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് കംപ്ലീറ്റ് ദ ഫോളോയിങ്. ഇപ്പൊ ഉദാഹരണത്തിന് CH3 പ്ലസ് HI ഡാഷ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതായത് ഒരു റിയാക്ടന്റിനെ മാത്രം തരുവര്, എന്നിട്ട് ബാക്കി നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അപ്പൊ അത് പഠിക്കണം. എന്ത് ചെയ്യണം? മൊത്തം പഠിച്ചാലേ അത് നമുക്ക് കിട്ടത്തുള്ളൂ. സംഭവം സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ മാറ്റം മാത്രം നോക്കി പഠിച്ചു വെക്കുക, എഴുതാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതെല്ലാം പഠിക്കുക. ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ദ ഫോളോയിങ് തരും. ഇഷ്ടംപോലെ തരാറുണ്ട്, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ്. മിക്കവാറും ക്വസ്റ്റ്യൻസ് തരുന്നതും കംപ്ലീറ്റ് ദ ഫോളോയിങ് ആണ്. പകുതി റിയാക്ഷൻ തരും, ബാക്കി പകുതി നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, പകുതി റിയാക്ഷൻ തരും, ബാക്കി പകുതി നമ്മൾ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ പറഞ്ഞ റിയാക്ഷൻസ്, നെയിം റിയാക്ഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും പക്കയായിട്ട് പഠിക്കണം. അതിൽ യാതൊരു ഉപേക്ഷയും വരുത്തരുത്. നെയിം റിയാക്ഷൻ എവിടെ ഉണ്ടെങ്കിലും ആ നെയിം റിയാക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ പോയിന്റ് ആയിരിക്കും ടെസ്റ്റ് കിടക്കണം. ആ ഒരു പോയിന്റ് ആയിരിക്കും നമ്മൾ എടുത്ത് ചോദിക്കുന്നത്. അടുത്ത് ചോദിച്ചിട്ടുണ്ട്.
ഓക്കെ, പ്രത്യേകിച്ചും സോഡിയം വന്ന് കാരണം ഹാലോ ആൽക്കൻസിൽ സോഡിയം വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഇത് ഡ്രൈ ഈതർ ഉപയോഗിക്കാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പ്രീവിയസ് സംശയമായിട്ട് നോക്കിയാൽ മതി. ഇതൊക്കെ ഇനി അടുത്ത് പറയേണ്ട ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ എന്ന് നോക്കിയാണേ പറഞ്ഞുതരാം. അതായത് ബെൻസൈൽ ക്ലോറൈഡിൽ നിന്നും ബെൻസോലിക് ആൽക്കഹോൾ എങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ ചോദിക്കാറുണ്ട്. കൺവേർഷൻ എങ്ങനെ സംഭവിക്കും? അതായത് അവരൊരു കോമ്പൗണ്ട് പേര് പറയും, ഈ കോമ്പൗണ്ടിൽ നിന്നും മറ്റൊരു കോമ്പൗണ്ട് പേര് പറയും, ഈ കോമ്പൗണ്ടിൽ നിന്നും ഈ കോമ്പൗണ്ടിലോട്ട് നിങ്ങൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും അങ്ങനെ ചോദിക്കാറുണ്ട്. അതാണ് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞ ബെൻസൈൽ ക്ലോറൈഡിൽ നിന്നും ബെൻസോളിക് ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യണം, അതിന് നിങ്ങൾ എന്ത് റിയാജന്റ് ഉപയോഗിക്കും അങ്ങനെ ചോദിക്കാറുണ്ട്. ഇന്ന സാധനത്തിൽ നിന്നും ഒരു സാധനത്തിൽ നിന്നും വേറെ സാധനം ഉണ്ടാക്കാൻ പറയവര്, ആ ഉണ്ടാക്കാനായിട്ട് ഉള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ എഴുതണം അങ്ങനെ ചോദിക്കാറുണ്ട്. ഇനി അടുത്തൊരെണ്ണമാണ് നമ്മളെ ക്ലാസിഫിക്കേഷൻ എന്ന് വരുന്നത്. ഓക്കെയാണ് ക്ലാസ്. അടുത്തൊരെണ്ണം നോക്കാം. അടുത്തത് നോക്കണം അറിയാം. അടുത്തത് ഇങ്ങനെ ഏതെങ്കിലും കോമ്പൗണ്ട് വന്നിട്ടേ ഇതിലാരാണ് വിനീലിക് ഹാലൈഡ് അല്ലെങ്കിൽ അലീലിക് ഹാലൈഡ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻ അവരോട് കണ്ടുണ്ട്. ഇപ്പൊ ഇതിലാരാണ് വിനീലിക് അല്ലെങ്കിൽ ഇതിലാണ് അലീലിക് ഹാലൈഡ് അങ്ങനെ ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കണം. അപ്പൊ എന്താണ് വിനീലിക് എന്താണ് അലീലിക് എന്ന് അറിഞ്ഞാലേ അവിടെ എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് പഠിക്കുക. ക്ലാസിഫിക്കേഷൻ എളുപ്പമാണ്, ജസ്റ്റ് നോക്കിയാൽ തന്നെ കിട്ടും. അതിൽ നിന്ന് മാർക്ക് കളയരുത്, നഷ്ടമാണ്, വൻ നഷ്ടമാണ്. ക്ലാസിഫിക്കേഷനിൽ നിന്ന് ഒരു മാർക്ക് പോകാന്ന് പറഞ്ഞാൽ ഇതിലും വലിയ നഷ്ടം വേറെ ഇല്ല. കാരണം അത്ര ഈസി ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ. അവിടെ പോയി മാർക്ക് കളഞ്ഞിട്ട് വരരുത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാല് ഈ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ എടുത്തില്ലേ ചൈറൽ. എന്താണ് ചൈറൽ, എന്താണ് ചൈറാലിറ്റി, അല്ലെങ്കിൽ എന്താണ് റെസിമേഷൻ, എന്താണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ, ഇതൊക്കെ ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ട് ചോദിക്കുന്നത് ചൈറൽ കോമ്പൗണ്ട് ആണ്. അതായത് റെസിമേഷൻ വെച്ചിട്ടുണ്ട്, റെസിമേഷൻ ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട്. ചൈറൽ ഇമ്പോർട്ടന്റ് ആണ്. അതിനായിട്ട് കോമ്പൗണ്ട് തരുവര്, ഇതിന്റെ ഈ കോമ്പൗണ്ടിൽ ഇവയിൽ ഏതാണ് ചൈറൽ കോമ്പൗണ്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. ഏതൊരു സ്ട്രക്ചർ തരുവര്, എന്നിട്ട് ആ കോമ്പൗണ്ടിൽ ചൈറൽ കോമ്പൗണ്ട് ആണോ അല്ലെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. എന്താണ് ചൈറാലിറ്റി നോക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന്. അപ്പം തരുന്ന കോമ്പൗണ്ട് ആ പടം നോക്കിയിട്ട് മനസ്സിലാവും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ മനസ്സിലാവും. അത് നോക്കുക, അത് ചെയ്യുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത പറയാനാണെങ്കിൽ നോക്കിയാണ് നമ്മളെ വേറെ ചോയ്സസാണ് CH3Cl, C3Cl അരയിൽ Cl മനസ്സിലാവൂ. എന്താണ് ബെൻസീനാണേ C6H5 ബെൻസീൻ സ്ട്രക്ചർ വെച്ചിട്ട് മോളിൽ Cl. ഓക്കെ, ഇവയിൽ എന്തുകൊണ്ടാണ് ഇവിടെ ക്ലോറിൻ ഈ CCl ബോണ്ടും ഇവിടെ ഉള്ള CCl ബോണ്ടും ബോണ്ടിൽ എന്തുണ്ടല്ലോ, ഇവിടെ CCl ബോണ്ടും ഇവിടെ ഉണ്ട് CCl ബോണ്ടും. ഇതില് ആർക്കാണ് ബോണ്ട് ലെങ്ത് കുറവ്, എന്തുകൊണ്ടാണ് കുറവ് ഇത് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെയാണ് കുറവ് നമുക്ക് അറിയാം. കാരണം എന്താണ് കാരണം എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കും വയ്യ. ഓക്കെ, അരയിൽ ക്ലോറിനാണ് കുറവ്, എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ചെയ്തതാണ് ഹാലോ ആൽക്കൻസിൽ. ഓക്കെ, അവിടെ ഇനി അടുത്ത പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടിയെ കുറിച്ചാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി അതിപ്പോ ഏത് പാഠമായിക്കോട്ടെ, ഈ പറയുന്ന 4 പാഠത്തിൽ ഫിസിക്കൽ പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഇതില് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്, ഇതിലെ ബോയിലിംഗ് പോയിന്റ് കുറവാണ്, ഇതിലെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്, മെൽറ്റിംഗ് പോയിന്റ് കുറവാണ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്, അല്ലെങ്കിൽ വാട്ടർ സോലബിൾ ആണ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്, അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. പരീക്ഷയ്ക്ക് അങ്ങനെ റെയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് വെള്ളത്തിൽ സോലബിൾ ആവണത്, അങ്ങനെയൊക്കെ വെരി റെയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. ചോദിക്കണ എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ ആ ടെസ്റ്റ് എടുക്കുമ്പോഴേ ഫിസിക്കൽ പ്രോപ്പർട്ടി കണ്ടിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് ചെറിയ കോളത്തിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കും. ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കും. അതായത് കുറച്ച് കോമ്പൗണ്ട് ഇട്ടുണ്ട്, ആ കോമ്പൗണ്ടിൽ ആരാണ് കൂടുതൽ വെള്ളത്തിൽ അറിയണേ, അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ ബോയിലിംഗ് പോയിന്റ്, അങ്ങനെയാണ് ചോദിക്കണേ. സോ അങ്ങനെ വേണം പഠിക്കാൻ. അവരെന്തെന്ന് അറിയാമോ, അവരും ഇതേപോലെ 5-6 കോമ്പൗണ്ട് പരീക്ഷയ്ക്ക് തരും. 3-4 കോമ്പൗണ്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇവയിൽ ആരാണ് കൂടുതൽ സോലബിൾ, അല്ലെങ്കിൽ ഇവയിൽ ആർക്കായിരിക്കും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്, ഇങ്ങനെയാണ് ചോദിക്കണം. സോ അങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യൻ എങ്കിലും നോക്കിച്ചിട്ട് പോകണം. അത് കിട്ടി അത്രയായി. ഓക്കെ, അതുകൊണ്ട് നല്ലതാണ് മര്യാദയ്ക്ക് അതിന്റെ കാരണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടി മര്യാദയ്ക്ക് പഠിക്കുകയാണെങ്കിൽ ഏതാണ് എന്തുകൊണ്ടാണ് കൂടുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചർ ആകുമ്പോൾ സംഭവിക്കും, ബ്രാഞ്ച് വരുമ്പോൾ സംഭവിക്കും, അതൊക്കെ നോക്കി വെച്ചിട്ട് പോയാൽ കഷ്ടപ്പെട്ട് കാണാൻ പഠിക്കണ്ട, വെറുതെ പോയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത എന്ന് പറയാനെന്ന് പറഞ്ഞാൽ ക്ലോറോഫോം. അത് റെഡ്യൂസ്ഡ് സിലബസിൽ ഇല്ല, പക്ഷെ എവിടെയുണ്ട്, ഫോക്കസ് ഏരിയയിലുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ക്ലോറോഫോം എന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ക്ലോറോഫോം എന്തുകൊണ്ടാണ് ഒരു ബോട്ടിൽ നിറച്ചു വെക്കണത്
എന്തുകൊണ്ടാണ് ഡാർക്ക് റൂമിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ ഡാർക്ക് ബോട്ടിലേ വെക്കാവൂ എന്നൊക്കെ പറയുന്നതാണ് ആ ചോദ്യം. ഓക്കെ, ഇതാണ് ഫോക്കസ് ഏരിയ എന്ന് എനിക്ക് എടുത്തു പറയാനുള്ള ക്വസ്റ്റ്യൻ. ബാക്കി ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ഫോക്കസ് ഏരിയക്കും റിഡ്യൂസ്ഡ് സിലബസ് എല്ലാത്തിനും കോമൺ ആണ്, പഠിക്കുക. ഈ ഒരു കാര്യം മാത്രം റിഡ്യൂസ്ഡ് സിലബസ് ഇല്ല, ഫോക്കസ് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ഏതാണ്? ക്ലോറോഫോമിന്റെ കേസ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടുള്ളതിൽ ആകപ്പാടെ ഒന്നേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഞാൻ വിട്ടുപോയാൽ അറിഞ്ഞൂടെ. ക്ലോറോഫോമിൽ ആകപ്പാടെ ചോദിച്ചു എന്റെ ഓർമ്മയിൽ ക്ലോറോഫോം എന്തുകൊണ്ടാണ് കുപ്പിയിൽ നിറച്ചു വെക്കുന്ന ഒരു ഡാർക്ക് കുപ്പി എടുക്കാനുള്ള കാരണം ഇതൊക്കെ ഉള്ളൂ. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഫസ്റ്റ് പാഠത്തെ കുറിച്ച് പറയാനുള്ള എല്ലാം കഴിഞ്ഞ് നമുക്ക് അടുത്ത പാഠം നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത പാഠം നോക്കാം. അടുത്ത പാഠം എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതർ എന്ന ചാപ്റ്ററിലെ. അപ്പൊ ആ പാഠത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് IUPAC തന്നെയാണ്. എല്ലാ പാഠത്തിൽ നിന്നും ഇമ്പോർട്ടന്റ് നെയിമിംഗ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കിട്ടും. നോമൻക്ലേച്ചർ ടോപ്പിക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ഈ പാഠത്തിലും നോമൻക്ലേച്ചർ ചോദിച്ചിട്ടുണ്ട്. സ്ട്രക്ചർ തന്നിട്ട് നെയിം എഴുതാനും നെയിം തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാനും ചോദിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഇനി മറ്റേതാണ് ആസിഡ് സ്ട്രെങ്ത്. നമുക്കൊരു രണ്ടൊന്ന് കോമ്പൗണ്ട് തരും. രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് രണ്ടൊന്ന് കോമ്പൗണ്ട് തരും. പിന്നെ എന്ത് ചെയ്യും? ആ കോമ്പൗണ്ടിൽ ഇൻക്രീസിംഗ് ഓർഡറിൽ ആ കോമ്പൗണ്ടിന്റെ ആസിഡ് സ്ട്രെങ്തിൽ അടുക്കി പറക്കണം. അതേപോലെ ചോദിച്ചിട്ടുണ്ട് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിൽ എന്ത് ചെയ്യണം? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിനെ അടുക്കി പറക്കണം. ആ രീതി ചോദിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നെയിം റിയാക്ഷൻ. നെയിം റിയാക്ഷൻ പറയാനാണെങ്കിൽ ആ 3 നെയിം റിയാക്ഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാറില്ല, അത്ര തവണ ചോദിച്ചിട്ടുണ്ട്. കോൾസ് റിയാക്ഷൻ, അതുപോലെ തന്നെ റേമർ തേമൻ റിയാക്ഷൻ, വില്യംസൺ സിന്തസിസ്. ഈ 3 ക്വസ്റ്റ്യനും പഠിക്കാതെ എക്സാമിന് പോകരുത്. വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഈ 3 റിയാക്ഷൻസ് പക്കയായിട്ട് പഠിച്ചിട്ടേ പോകും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ COH ബോണ്ടില്ലേ, COH ബോണ്ട്, ഈ COH ബോണ്ടിന്റെ ആംഗിള് എന്തുകൊണ്ടാണ് ടെട്രാഹെഡ്രലെ 109 ഡിഗ്രി 28 മിനിറ്റും അല്ലാതെ അതിനേക്കാളും കുറച്ച് കുറവ് എന്തുകൊണ്ട്? അല്ലെങ്കിൽ ജസ്റ്റ് അതിനിടയ്ക്കുള്ള ആംഗിൾ എന്തുകൊണ്ട് കുറവാകുന്നു എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഫീനോളിന്റെ ആസിഡ് സ്ട്രെങ്ത് എന്തുകൊണ്ടാണ്? ഫീനോളും അതുപോലെ തന്നെ നമ്മുടെ ആൽക്കഹോളും തമ്മിൽ ആസിഡ് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ പറയാറുണ്ട്. ആൽക്കഹോളും ഫീനോളും തമ്മിലുള്ള ആസിഡ് സ്ട്രെങ്ത് എന്തുകൊണ്ടാണ് ആർക്ക് കൂടുതൽ, എന്തുകൊണ്ട് കൂടുതൽ ചോദിക്കാറുണ്ട്. അതുപോലെ മറ്റൊന്ന്, ഇവര് വാട്ടറിനെക്കാളും ആസിഡ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടോ? വാട്ടറിനെക്കാളും ആൽക്കഹോളിന് സ്ട്രെങ്ത് കൂടുതലാണോ, ആസിഡ് സ്ട്രെങ്ത് കൂടുതലാണോ എന്ന് ചോദിക്കാറുണ്ട്. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോ നൈട്രോഫീനോളും അതുപോലെ ഓർത്തോ മെക്തോസി ഫീനോളും ഇവർ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ആസിഡ് സ്ട്രെങ്ത് പറയാൻ പറയും. അങ്ങനെ വെച്ചിട്ട് ആർക്കാണ് കൂടുതൽ, ആർക്കാണെന്നല്ല അവർ സെക്കൻഡ്സ് തരും. ഇത് നമ്മളുടെ ഗീവ് റീസൺ ചോദിക്കണം. എന്തുകൊണ്ടാണ് കൂടുതൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുറവ് എന്നാണ് ചോദിക്കണം. അപ്പൊ റീസൺ പഠിച്ചിട്ടേ പോവും. ഒരുപാട് തവണ ചോദിക്കണ റീസൺ ആണ്. ഗീവ് റീസൺ, അതാണ് നമുക്ക് വേണ്ടത്. ഗീവ് റീസൺ, എന്തുകൊണ്ട് കൂടുതൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറവ്. അവർക്കെല്ലാം വേണ്ടത് അതിന്റെ കാരണമാണ്. അല്ലാതെ കാണാൻ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല, അതിന്റെ കാരണം കൂടി പഠിച്ചിട്ട് പോകണം. ഗീവ് റീസൺ ആണ് ചോദിക്കുന്നത്. എപ്പോഴും ഗീവ് റീസൺ ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, CH3 thrice COCH3. ഇവരുടെ HI ആഡ് ചെയ്യണമെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ CH3 thrice CIയും പ്ലസ് CH3OH. ഈ രണ്ട് പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ. അല്ലാതെ CH3 thrice COHഉം CH3Iയും കിട്ടില്ല. ഇത് കിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഇത് ചോദിച്ചിട്ടുണ്ട് ഗീവ് റീസണില്. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ പ്രോഡക്റ്റ് കിട്ടും, ഈ പ്രോഡക്റ്റ് കിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവിടെ ഐയുടെ സ്ഥാനത്ത് OHഉം ഇവിടെ OHന്റെ സ്ഥാനത്ത് Iയും വരാത്തത്? അങ്ങനെ വെച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഇനി അടുത്തെന്ന് പറയാനായിട്ട് ഇതിൽ നിന്നും എങ്ങനെ എത്തനോൾ ഉണ്ടാക്കാം അങ്ങനെ ചോദിക്കാറുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ബ്രോമിനേഷൻ. ഉദാഹരണത്തിന് ഇതൊക്കെയാണ്. അതായത് ബ്രോമിനേഷൻ ചെയ്യുമ്പോണ്ടല്ലോ, ഉദാഹരണത്തിന് ഫീനോളിന് ബ്രോമിൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനാണല്ലോ ബ്രോമിനേഷൻ വിളിക്കുന്നത്. ഇങ്ങനെ ഫീനോളിന് ബ്രോമിൻ ആഡ് ചെയ്ത് 2,4,6 ട്രൈബ്രോമോ ഫീനോൾ ഉണ്ടാക്കുമ്പം നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന റീഏജന്റ് ആരാണ് അങ്ങനെയാണ് ചോദിക്കണം. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ബ്രോമിനേഷൻ മാത്രമല്ല, റിയേജന്റുകൾ ഏതെങ്കിലും റിയാക്ഷൻ പറഞ്ഞിട്ട് ആ റിയാക്ഷനിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന റിയേജന്റുകൾ ആരാണ് അങ്ങനെ ചോദിക്കാറുണ്ട്. ഇനി മറ്റൊന്നാണ് ടെസ്റ്റുകൾ. അതായത് 2 ടെസ്റ്റ് ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് എത്തനോളും
ആൻഡ് ഫീനോളും തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, എത്തനോളും ഫീനോൾ തരും. എത്തനോൾ ഫീനോൾ എന്നല്ല, ഏതെങ്കിലും രണ്ട് കോമ്പൗണ്ട് തരും. ആ കോമ്പൗണ്ട് ഏത് ടെസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ടെസ്റ്റ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്, ഇന്ന സാധനമാണ് ഇന്ന കോമ്പൗണ്ട് ആണെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ടെസ്റ്റ് ചോദിക്കാറുണ്ട്. നമ്മൾ ലൂക്കാസസ് ഒക്കെ ഇല്ലേ, ആ ടോപ്പിക് അങ്ങനെ കയറി വരുന്നതാണ്. ഇനി അടുത്തെന്ന് പറയാനായിട്ട് പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രം ആൽക്കീൻ ടോപ്പിക് ഉണ്ടല്ലോ, ഫ്രം ആൽക്കീൻ ടോപ്പിക്, ആ ടോപ്പിക്കില് ആസിഡ് കാറ്റലിസ്റ്റ്, ആ ടോപ്പിക്കിന്റെ മെക്കാനിസം ഇഷ്ടംപോലെ തവണ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രം ആൽക്കഹോളിന്റെ പ്രിപ്പറേഷനകത്ത് ഫ്രം ആൽക്കീൻ ആ ടോപ്പിക്ക്, അതിന്റെ മെക്കാനിസവും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, മെക്കാനിസം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. മെക്കാനിസം ഇഷ്ടംപോലെയാണ്, ചോദിച്ചിട്ടുമുണ്ട്. അടുത്ത നമുക്ക് അങ്ങനെയാണെന്ന്. ഇനി കൺവേർഷൻ കൺവേർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊപ്പെയിന് നിങ്ങൾ പറയും പ്രൊപ്പെയിൻ ടു ഓൾ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറയും. ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഉള്ള നിങ്ങൾ എന്തൊക്കെ റിയേജന്റ് എടുക്കും, ആ റിയേഷൻ ഫുൾ എഴുതി കാണിക്കുക. അങ്ങനെ ചോദിക്കാറുണ്ട്. എന്താണ് ഈ കൺവേർട്ട് ദ ഫോളോയിങ്. ഇനി അടുത്ത ഹാഫ് റേഷൻ ആദ്യം പറഞ്ഞാണ്, കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞില്ലേ, അതായത് ഹാഫ് റേഷൻ തന്നിട്ട് ബാക്കി ഫില്ല് ചെയ്യാൻ തരും, അങ്ങനെ ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ സാലിസിലിക് ആസിഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാലിസിലിക് ആസിഡ് അതിന്റെ അസൈറ്റേഷൻ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സാലിസിലിക് ആസിഡ്, അതിന്റെ ആപ്ലിക്കേഷൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ അസൈറ്റേഷൻ റിയാക്ഷൻ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് സാലിസിലിക് ആസിഡ് സംബന്ധിച്ചിടത്തോളം. വേറെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്ന ഓർമ്മയില്ല, അസിഡിക് സംയുക്തം പറഞ്ഞില്ലേ, അസിഡിക് സംയുക്തം ചോദിക്കുക ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാ കോമ്പൗണ്ട് കമ്പയർ ചെയ്യാൻ പറയും, ഫീനോളും ആൽക്കഹോളും തമ്മിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോമ്പൗണ്ട് തരും, ആ രണ്ട് കോമ്പൗണ്ട് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറയും. ആസിഡിക് സംയുക്തം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത് പറയാനാണെങ്കിൽ വാട്ടർ വഴി കമ്പയർ ചെയ്യാൻ പറയും, വാട്ടറും ആൽക്കഹോളും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറയും, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിച്ചെന്ന് പറഞ്ഞാൽ C3 CH2OH കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ്, അതിന്റെ മെക്കാനിസം. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനാണ്, പക്ഷെ അത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അവനടുത്ത് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതേ ക്വസ്റ്റ്യൻ, ഫ്രം ആൽക്കീൻ പ്രിപ്പറേഷൻ. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതോടുകൂടി ആൽക്കഹോൾ എന്ന പാഠം കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ട് പാഠമുണ്ട്. ആ രണ്ട് പാഠത്തെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ആ പാഠത്തിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതോടുകൂടി ഞാൻ മതിയാക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഇല്ലെങ്കിൽ ഒരുപാട് നിങ്ങളായിപ്പോ അല്ലേ, അതിന്റെ ആവശ്യമില്ല. ഒന്നാമത് പഠിപ്പിക്കുന്ന ടോപ്പിക് അല്ല, ജസ്റ്റ് ഇങ്ങനെ പഴയ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് അടുത്ത ടോപ്പിക് കാണാം. ഇതിന്റെ റെസ്പോൺസ് അറിയണമല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ മതിയോ എന്നൊക്കെ അഭിപ്രായം പറയണ്ടേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.